friends, welcome to Talent Academy online classes. എൻ്റെ പേര് സൂരജ്. നമ്മൾ ഇന്ന് വനങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വനം ഏതൊക്കെ തരത്തിലെ വനങ്ങളുണ്ട് കേരളത്തിൽ, അതുപോലെ വനവിസ്തൃതി എങ്ങനെയാണ്, മുമ്പ് PSC വനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കേരളത്തിലെ വനവിസ്തൃതിയെ കുറിച്ച് ആദ്യം തന്നെ പറയാം. 11,309 സ്ക്വയർ കിലോമീറ്ററോളമാണ് കേരളത്തിലുള്ള ടോട്ടൽ വനവിസ്തൃതി എന്ന് പറയുന്നത്. സോ കേരളത്തിലെ ആകെയുള്ള വനത്തിന്റെ വനവിസ്തൃതിയാണ് പറയുന്നത് 11,309.5032 സ്ക്വയർ കിലോമീറ്ററോളം വനം കേരളത്തിനുണ്ട്. അതായത് കേരളത്തില് സംസ്ഥാനത്ത് ആകെ ഭൂവിസ്തൃതി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 29.101% കേരളത്തില് ഫോറസ്റ്റ് ആണ്, വനവിസ്തൃതിയാണ്, വനമാണ്. ഓക്കെ, കേരളത്തിൽ ആകെ 11,309 സ്ക്വയർ കിലോമീറ്റർ വനമുണ്ട്, വനവിസ്തൃതി ഉണ്ട്. ആകെ ഉള്ള വനവിസ്തൃതി ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 29.101%. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, മലബാർ മാനുവൽ. അതായത് ചരിത്ര രേഖകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ വനങ്ങളെ കുറിച്ചും വനവിഭവങ്ങളെ കുറിച്ചും വനത്തിലുള്ള ആദിവാസികളെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പുസ്തകം വില്യം ലോഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ഒരു ബ്രിട്ടീഷ് സബ് കളക്ടർ ആയിരുന്നു, തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു വില്യം ലോഗൻ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് മലബാർ മാനുവൽ എന്ന് പറയുന്നത്. സോ മലബാർ മാനുവൽ എഴുതിയിരിക്കുന്നത് വില്യം ലോഗൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും കിട്ടാം. അതേപോലെ ഫോറിൻ ബുക്ക് വിച്ച് മെൻഷൻസ് അബൌട്ട് വെജിറ്റേഷൻ ഓഫ് കേരള, കേരളത്തിലെ വനങ്ങളെയും വനപ്രദേശങ്ങളെയും വനവിഭവങ്ങളെയും കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചരിത്രത്തിൽ രചിച്ചിരിക്കുന്ന ഒരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാർ മാനുവൽ ആണ്. വില്യം ലോഗൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏറ്റവും കുറവ്, അതായത് കേരളത്തിലാകെ ഉള്ള വനവിസ്തൃതിയിൽ ഏറ്റവും കുറവ് വനമുള്ളത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് വനം ഈ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് വനം വിസ്തൃതി കൂടുതലുള്ള ജില്ല കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വനം ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇടുക്കിയാണ്. സോ ഏറ്റവും കുറവ് ആലപ്പുഴയും അതുപോലെ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലുമാണ് വനം കാണപ്പെടുന്നത്. ഇതാണ് മാപ്പ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വനം നമുക്ക് കാണാൻ പറ്റുന്നത്. കേരളത്തിലെ ഒരുവിധ എല്ലാ ജില്ലയിലും വനം നിങ്ങൾക്ക് കാണാൻ പറ്റും. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് വളരെ നന്നായിട്ട് വന വിസ്തൃതി കാണാൻ പറ്റും. പക്ഷെ ആലപ്പുഴയിൽ മാത്രം വളരെ കുറച്ച് മാത്രമേ വനം ഭൂമി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല, വനവിസ്തൃതിയുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. സോ ഇനി വയനാടാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ആദ്യ സ്ഥാനം ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത്, വനവിസ്തൃതിയുള്ള ജില്ല എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനം വയനാടാണ്. മൂന്നാം സ്ഥാനം പത്തനംതിട്ടയാണ്. നമുക്കറിയാം പത്തനംതിട്ടയിൽ ഒരുപാട് ഫോറസ്റ്റ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്, റാന്നി അല്ലെങ്കിൽ കോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഫോറസ്റ്റ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയും പിന്നെ വയനാടും, മൂന്നാമതായിട്ട് വരുന്നത് പത്തനംതിട്ടയാണ്. ഓക്കെ, സോ അടുത്ത ഏരിയയിലേക്ക് പോവാം. ജില്ലയിലെ വനവിസ്തൃതി ശതമാനത്തിൽ നോക്കുകയാണെങ്കിൽ, ആകെയുള്ള വനത്തിന്റെ വിസ്തൃതി ശതമാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ്. അതായത് വയനാട് ജില്ലയുടെ ഒരു വലിയൊരു ശതമാനം ഫോറസ്റ്റ് വനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയാണ്. അതേസമയം ശതമാനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. മറക്കരുത്, വയനാടാണ്. അടുത്ത ഏരിയയിലേക്ക് പോവാം. ഡിസ്ട്രിക്ട് ഹാവിംഗ് ലാർജസ്റ്റ് നമ്പർ ഓഫ് റിസർവ് ഫോറസ്റ്റ്. റിസർവ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചത്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. സോ ഈ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് ഫോറസ്റ്റുകൾ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഓഫ് ആലപ്പുഴ. നമുക്കറിയാം ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് ഈ വന വിസ്തൃതിയുള്ള ജില്ല എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു റിസർവ് ഫോറസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് വിയപുരം. ഹരിപ്പാടിനടുത്തുള്ള വിയപുരം റിസർവ് ഫോറസ്റ്റ് ആണ് ആലപ്പുഴയിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഡിസ്ട്രിക്ട് ഹാവിംഗ് ലാർജസ്റ്റ് ഏരിയ അണ്ടർ മാംഗ്രൂവ് ഫോറസ്റ്റ്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചത്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ട്, കല്ലേൻ പൊക്കുടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
കണ്ടൽ പൊക്കുടൻ എന്നും പറയാറുണ്ട്. സോ കല്ലേൻ പൊക്കുടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കണ്ണൂർ ജില്ലയില് ഈ ജില്ലയിൽ മുഴുവനായിട്ട് പല ഏരിയകളിലും ഈ നദിയുടെ പല പ്രദേശങ്ങളിലുമായിട്ട് കണ്ടൽക്കാട് വെച്ചുപിടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ച ഒരു വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. സോ ഒരുപാട് രചനകളൊക്കെ ഉണ്ട് കല്ലേൻ പൊക്കുടന്റെ. കണ്ടൽക്കാടുകൾ, അതുപോലെ കണ്ടൽക്കാടുകളിലെ എന്റെ ജീവിതം, അതുപോലെ കണ്ടൽ ഇനങ്ങൾ, അതുപോലെ ചുട്ടാച്ചി തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ രചിച്ചത് കല്ലേൻ പൊക്കുടൻ എന്ന് പറഞ്ഞ ഒരു പരിസ്ഥിതി സ്നേഹിയാണ്. സോ ഡിസ്ട്രിക്ട് ഹാവിംഗ് ലാർജസ്റ്റ് ഏരിയ അണ്ടർ മാംഗ്രൂവ് ഫോറസ്റ്റ്, അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോന്നിയാണ്. 1888 ഈ കോന്നി ഫോറസ്റ്റ് നിലവിൽ വന്നത്. സോ കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് കോന്നിയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയാണ് ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. So the year in which Konni was declared as the first reserve forest of Kerala. കേരളത്തിൽ കോന്നി ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1888 ആണ്. ഞാൻ പറഞ്ഞു കോന്നിയാണ് ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ്. ഇത് പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1888 19th സെഞ്ചുറിയിൽ 19ാം നൂറ്റാണ്ടിലാണ് ഇത് പ്രഖ്യാപിച്ചത്. വളരെ പഴക്കം ചെന്ന ഒരു റിസർവ് ഫോറസ്റ്റ് ആണ് കോന്നി എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് കോന്നി ഫോറസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആണ് കോന്നി ഫോറസ്റ്റ്. 1888 ഇത് നിലവിൽ വന്നത്. ഇത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട്, തിരുവിതാംകൂർ വന നിയമം, ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് അല്ലെങ്കിൽ തിരുവിതാംകൂർ വന നിയമം വന്നത് 1887 ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ PSC ചോദിക്കാറുണ്ട്. ഒന്ന് ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് തന്നെ, വന നിയമം തന്നെ 1887 ഇത് നിലവിൽ വന്നത്. ഇനി ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് വന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കേരളത്തിന്റെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള കോന്നിയാണ്. അടുത്ത വർഷം, അതായത് 1888 ഇത് നിലവിൽ വന്നു. അതേ വർഷം തന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം കൂടി നിലവിൽ വന്നിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വഴുതക്കാട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് കേരളത്തിലെ 1888. സോ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട്, വനനിയമത്തിന്റെ ഭാഗമായിട്ടാണ് കോന്നി ഫോറസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ കേരളത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 1888 നിലവിൽ വന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ മുമ്പ് PSC ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആകെ വന ഡിവിഷൻസിന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിവിഷന്റെ എണ്ണം, ആകെ എത്ര ഫോറസ്റ്റ് ഡിവിഷൻ കേരളത്തിൽ ഉണ്ട് എന്ന്. 36 ഫോറസ്റ്റ് ഡിവിഷൻ ആണ് കേരളത്തിലുള്ളത്. 36 മറക്കരുത്. സോ അടുത്തത്, ഈ 36 ഡിവിഷൻസിൽ ഏതാണ് ഏറ്റവും വലുത്, ഏതാണ് ഏറ്റവും ചെറുത്? ഇത് എപ്പോഴും PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. മുമ്പ് PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ 36 ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് റാന്നിയാണ്. പത്തനംതിട്ടയിലെ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ആണ്. നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചു കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഡിവിഷൻ കോന്നി ആയിരുന്നു. അതേസമയം ഇപ്പോ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ആയിട്ട് പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ആണ്. ഇനി സ്മോളസ്റ്റ് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫ് കേരള, കേരളത്തിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ഡിവിഷൻ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് PSC. അത് ആറളമാണ്. അതായത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളമാണ്. ഇതൊരു വന്യജീവി സങ്കേതം കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നായിട്ടുള്ള ആറളമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. ആറളവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യങ്ങൾ കൂടി എക്സാമിന് വരാറുണ്ട്. പൂമ്പാറ്റകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ആറളം വന്യജീവി സങ്കേതമാണ്. സോ കേരളത്തിലെ ഏറ്റവും ചെറിയ ഫോറസ്റ്റ് ഡിവിഷൻ ആറളമാണ്. കണ്ണൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൂമ്പാറ്റകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതവും ആറളം തന്നെയാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനത്തിന്റെ ഏത് വിഭാഗമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത്? മൺസൂൺ ഫോറസ്റ്റ് ആണ്. മൺസൂൺ ഫോറസ്റ്റിന് പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് ഡെസിഡുവസ് ഫോറസ്റ്റ് എന്നാണ്. ഡെസിഡുവസ് ഫോറസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ ഇല പൊഴിയും കാടുകൾ എന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള കാട് എന്ന് പറയുന്നത് നിത്യഹരിത വനമോ നിത്യഹരിത വനമോ ഒന്നുമല്ല,
ഇലപൊഴിയും കാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇലപൊഴിയും കാടുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഡ്രൈ ആണ്, ഒന്ന് മോയിസ്റ്റ് ആണ്. മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ആർദ്ര ഇലപൊഴിയും കാടുകൾ, അതുപോലെ വരണ്ട ഇലപൊഴിയും കാടുകൾ. ആർദ്ര ഇലപൊഴിയും കാടുകൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ. ഇത് രണ്ടുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. സോ ഈ പൊതുവെ ഇലപൊഴിയും കാടുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് മൺസൂൺ ഫോറസ്റ്റ് എന്ന്. മൺസൂൺ ഫോറസ്റ്റ് എന്നാണ് ഇലപൊഴിയും കാടുകൾക്ക് പറയുന്ന മറ്റൊരു പേര്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ കാട് ആണ്. സോ അടുത്ത ഏരിയയിലേക്ക് പോകാം. ദ റീജിയൻ വേർ സാൻഡൽ ഫോറസ്റ്റ് ആർ സീൻ ഇൻ കേരള. കേരളത്തില് ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത് ഏത് സ്ഥലത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മറയൂരാണ്. ഇത് പലതവണയായിട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. മറയൂർ ഫോറസ്റ്റ് ആണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാറിനൊക്കെ അടുത്തുള്ള മറയൂർ ഫോറസ്റ്റ് അല്ലെങ്കിൽ മറയൂർ ചന്ദനവനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചന്ദനവനം. ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ചന്ദനവനവും ഇന്ത്യയിലെ തന്നെ ഈ മറയൂർ ഫോറസ്റ്റ് ആണ്. അടുത്ത ഏരിയയിലേക്ക് പോകാം. കേരളത്തിൽ കാണപ്പെടുന്ന വന വിഭാഗങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള വനവിഭാഗങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് അഥവാ നിത്യഹരിത വനങ്ങൾ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് നിത്യഹരിത വനങ്ങൾ. എപ്പോഴും ഉഷ്ണമേഖല നിത്യഹരിത വനം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇതിന്റെ നിത്യഹരിത വനം എന്ന് പറയാനുള്ള കാരണം എപ്പോഴും ഇത് ഗ്രീൻ ആയിരിക്കും. ഒരിക്കലും സമ്മർ ടൈമിൽ അല്ലെങ്കിൽ വേനൽ കാലത്തോ അല്ലെങ്കിൽ ശൈത്യകാലത്തോ ഇത് ഒരിക്കലും എന്താവുന്നില്ല, ഇല പൊഴിയുന്നില്ല. ഇവിടുത്തെ മരങ്ങൾ ഒന്നുപോലും ഇല പൊഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നിത്യഹരിത വനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. മണ്ണിൽ എപ്പോഴും മോയിസ്ചർ അല്ലെങ്കിൽ ആർദ്രത ഉള്ളത് കൊണ്ടാണ് ഇത് ഒരിക്കലും ഇല പൊഴിക്കാതെ നിത്യഹരിത വനങ്ങളായിട്ട് നിലനിൽക്കാനുള്ള പ്രധാന കാരണം. നിത്യഹരിത വനങ്ങളിൽ തന്നെ ഒരു സബായിട്ട് നമുക്ക് അർദ്ധ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റും പറയാറുണ്ട്. ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ നിത്യഹരിത വനങ്ങളുടെ തൊട്ടടുത്ത് തന്നെ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണപ്പെടാറുണ്ട്. ഇനി ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി തൊട്ട് മുമ്പിലുള്ള സ്ലൈഡിൽ പറഞ്ഞു. ആർദ്ര ഇലപൊഴിയും കാടുകളെയാണ്. ഇലപൊഴിയും കാടുകൾ രണ്ട് തരമുണ്ടെന്ന് പറഞ്ഞു. ആർദ്ര ഇലപൊഴിയും കാടുകളുണ്ട്, അതുപോലെ വരണ്ട ഇലപൊഴിയും കാടുകളുണ്ട്. അതായത് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റും ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു വനം ആണ്, ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള പെക്യൂലിയർ ആയിട്ടുള്ള ഒരു വനമാണ്. വളരെയധികം സവിശേഷതകളുള്ള ഒരു വനവിഭാഗമാണ് ചോലവനം അല്ലെങ്കിൽ ഷോല ഫോറസ്റ്റ്. ഷോല എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. തമിഴിലുള്ള ചോലൈ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ നിന്നാണ് ഇതിന് ഷോല ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കിട്ടിയിരിക്കുന്നത്. ചോലവനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വനവിഭാഗമാണ് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ പുൽമേടുകൾ. കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളും എടുത്തു കഴിഞ്ഞാലും വനപ്രദേശത്ത് വളരെ ഹൈറ്റ് ഉള്ള ഭാഗത്ത് 1000 മീറ്ററിന് മുകളിലുള്ള ഭാഗത്ത് നമുക്ക് പുൽമേടുകൾ കാണപ്പെടുന്നതാണ്. സോ പുൽമേടുകൾ. ആൻഡ് ഏറ്റവും താഴെയുള്ള മറ്റൊരു വനമാണ് കണ്ടൽ വനം. കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ കണ്ടൽ വനം എന്ന് പറയുന്നത്. ആറാമത്തെ കേരളത്തിൽ ഉള്ള ഒരു വനവിഭാഗമാണ് കണ്ടൽ കാടുകൾ, കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. മാംഗ്രൂവ് ഫോറസ്റ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ള ജില്ല ഏതാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, കണ്ണൂർ. അതിന് കാരണമായിട്ടുള്ള വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. കല്ലേരി പൊക്കുടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. സോ ഇത്രയുമാണ് കേരളത്തിലെ വനവിഭാഗങ്ങൾ. നമ്മൾ ഇതിൽ ഓരോന്നും നിത്യഹരിത വനങ്ങളും അതുപോലെ ഇലപൊഴിയും കാടുകളും അതുപോലെ ചോലവനങ്ങളും പുൽമേടുകളും കണ്ടൽ കാടുകളും ഓരോന്നായിട്ട് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യത്തേത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, നിത്യഹരിത വനങ്ങളാണ്. ഒരുപാട് മോയിസ്ചർ അല്ലെങ്കിൽ ആർദ്രത ഈ കാടുകളിൽ ഈ വനപ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാടുകൾ എന്ന് പറയുന്നത് ഈ നിത്യഹരിത വനങ്ങളാണ്. ഈ ഒരുപാട് മഴ ലഭിക്കുന്നത്, ഒരുപാട് ജലത്തിന്റെ അളവ് ഉള്ളത് കൊണ്ടാണ്, ഈ മണ്ണിൽ ഇത്രത്തോളം ആർദ്രത ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ നിത്യഹരിത വനങ്ങൾ എപ്പോഴും എവർഗ്രീൻ ആയിട്ട് അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങളായിട്ട് നിൽക്കാനുള്ള പ്രധാന കാരണം. ഒരിക്കലും ഇവിടെയുള്ള മരങ്ങൾ ഇല പൊഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡെൻസ് ആയിട്ട് ലക്ഷൂറിയഡ് ആയിട്ടുള്ള വനമാണ്. അതായത് ഇടതൂർന്ന് വളരുന്ന വളരെ ഡെൻസ് ആയിട്ടുള്ള ഇടതൂർന്ന് വളരുന്ന വനപ്രദേശമാണ് നിത്യഹരിത വനം എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക, ഏതൊക്കെ വൃക്ഷങ്ങളാണ് പ്രധാനമായും നിത്യഹരിത വനങ്ങളിൽ എന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ
എബണി. എബണി എന്ന് പറയുന്നത് കരിന്താളി എന്നൊക്കെ അറിയപ്പെടുന്ന മരമാണ്. കരിന്താളി എന്നൊക്കെ കരിമരം, കരിന്താളി എന്നൊക്കെ അറിയപ്പെടുന്ന മരം ആണ്, വൃക്ഷമാണ്. മഹാഗണിയാണ് മറ്റൊരു വൃക്ഷം, ഇവിടെ ഈ വനത്തിൽ കാണപ്പെടുന്ന മറ്റൊരു വൃക്ഷം. പിന്നെയുള്ളത് ബാമ്പു അല്ലെങ്കിൽ മുളയാണ്. മുള ഒരുപാട് മുള നമുക്ക് ഇപ്പോ എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ കാണാൻ പറ്റും. അതേസമയം ഇലപൊഴിയും കാടുകളിൽ നമുക്ക് ബാമ്പു അല്ലെങ്കിൽ മുള കാണപ്പെടും. അടുത്തത് റോസ്വുഡ് ആണ്. റോസ്വുഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടി അല്ലെങ്കിൽ ഈട്ടി മരത്തിന്റെ ഒരു ഇനമാണ്. റോസ്വുഡ് എന്ന് പറയുന്നത് വീട്ടി മരം അല്ലെങ്കിൽ ഈട്ടി വൃക്ഷത്തിന്റെ ഒരു സ്പീഷീസ് ആണ്. അടുത്തത് റബ്ബർ. റബ്ബർ ഒരു സാധാരണയായിട്ട് വനപ്രദേശത്ത് കാണില്ലെങ്കിലും ഇത് എന്തുകൊണ്ട് ഈ ഒരു എക്സാമ്പിളിൽ ഉൾപ്പെടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ഒരു ഇല പൊഴിയാത്ത, അതായത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു മരമാണ്. ഒരിക്കലും ഇല പൊഴിക്കാറില്ല. വളരെ അധികം മഴ ലഭിക്കുന്ന, നന്നായിട്ട് മണ്ണില് ജലാംശം അടങ്ങിയിരിക്കുന്ന മണ്ണിൽ മാത്രമേ റബ്ബർ വളരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നിത്യഹരിത വൃക്ഷമാണ്. ഒരിക്കലും ഫോറസ്റ്റിൽ കാണപ്പെടാറില്ല, പക്ഷെ ഒരു നിത്യഹരിത വൃക്ഷമാണ് അല്ലെങ്കിൽ മരമാണ്. ഓക്കെ, സോ ഇതൊരു പിക്ചറാണ് നിത്യഹരിത മരങ്ങൾ. സോ ഇതിൽ ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മരം പോലും ഇല പൊഴിച്ച് കാണപ്പെടുന്നില്ല, എല്ലാം ഗ്രീൻ ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണമേഖല നിത്യഹരിത മരങ്ങൾ എന്ന് ഇതിന് പേര് വരുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം, അതായത് 200 തൊട്ട് 300 സെന്റിമീറ്റർ റെയിൻ. നമുക്കറിയാം കേരളത്തില് മൺസൂണിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത് 200 തൊട്ട് 300 സെന്റിമീറ്ററോളമാണ്. കേരളം, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ 7 സിസ്റ്റേഴ്സ് ആയിട്ടുള്ള പല ഈ മേഘാലയ, ആസാം, അരുണാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര പോലെയുള്ള സ്റ്റേറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മറ്റു ചില പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ പറ്റുന്നതാണ്. സോ ഇവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ റേഞ്ച് പൊതുവെ ടെമ്പറേച്ചർ റേഞ്ച് കുറവാണ്. അതായത് 25 തൊട്ട് 27 ഡിഗ്രി സെൽഷ്യസ്, 25 to 27 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില ഒരു കൃത്യമായ അളവിൽ കൂടാതെയും കുറയാതെയും നമുക്ക് ഒരു ശരാശരി താപനിലയിൽ എപ്പോഴും കാണാൻ പറ്റും. അതേസമയത്ത് നമ്മൾ മരുഭൂമി അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ വളരെയധികം കുറയുന്നത്, രാത്രി സമയങ്ങളിൽ ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞ് 10 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ട് കുറയുന്നത് കാണാം. അതേ സമയത്ത് ഈ പറഞ്ഞ ഡേ ടൈമില് അല്ലെങ്കിൽ പകൽ സമയത്ത് ഇത് നേരെ 40 ഡിഗ്രി 45 ഡിഗ്രി സെൽഷ്യസോളം ഉയരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല, നിത്യഹരിത വനങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ട്. ശരാശരി ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്, അതായത് 10 ഡിഗ്രി ഒക്കെയാണ്, അതായത് 25-35 അതിന്റെ ഇടയിൽ നിൽക്കും. ഓക്കെ, ടെമ്പറേച്ചർ റേഞ്ച് ആണ് ഞാൻ പറഞ്ഞത്. അതേസമയം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പൊതുവെ 20 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം പോകുന്നത്. അതിന് മുകളിലോട്ടോ 20 ഡിഗ്രിക്ക് താഴോട്ടോ പോകാറില്ല. അതുകൊണ്ട് തന്നെ ശരാശരി താപനില എപ്പോഴും കൃത്യമായി നിയന്ത്രിക്കും ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് പറയുന്നത്, ആർദ്രത വളരെയധികം കൂടുതലാണ്. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ വനമേഖല കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആർദ്രത കൂടിയ സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ പറ്റുള്ളൂ. അടുത്തത്, ട്രീസ് ഡു നോട്ട് ഷെഡ് ദിയർ ലീവ്സ് ആനുവലി. അതായത് വർഷത്തില് ഇലപൊഴിയും കാടുകളിലെ മരങ്ങൾ ചെയ്യുന്നത് പോലെ ഇവിടെയുള്ള മരങ്ങള് ഇല പൊഴിക്കാറില്ല. കാരണം അതിന് വേണ്ട അളവിലുള്ള ജലം മണ്ണിലുണ്ട്, ആർദ്രതയുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ലോസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജലനഷ്ടം ഉണ്ടാകുന്നില്ല. ജലനഷ്ടം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇതിന് ഇല പൊഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണഗതിയിൽ ഒരു മരം ഇല പൊഴിക്കുന്നത് എപ്പോഴാണ്? മണ്ണിൽ ജലാംശം കുറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടർ ടാബിൾ കുറഞ്ഞു വരുന്ന സമയത്ത് ജലം സംരക്ഷിക്കാൻ വേണ്ടി, കൺസേർവ് ചെയ്യാൻ വേണ്ടി, വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരങ്ങൾ ഇല പൊഴിച്ച് കളയുന്നത്. കാരണം ഇലയിലൂടെയാണ് നമുക്ക് ഈ മരങ്ങൾക്ക് ജലനഷ്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇല പൊഴിച്ച് കളയുന്നത്. അതേസമയം നമുക്ക് ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റിന് വളരെ നന്നായിട്ട് ജലം ലഭിച്ചുകൊണ്ടേയിരിക്കും. മണ്ണിൽ എപ്പോഴും ആർദ്രത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇല പൊഴിക്കാറില്ല. ഇനി വെരി ഡെൻസ് ആൻഡ് ട്രീസ് ആർ ടോൾ ആൻഡ് മീഡിയം സൈസ്, വളരെ ഉയർന്ന, വളരെ ഹൈറ്റുള്ള, ഉയരം കൂടിയ മരങ്ങളാണ് പൊതുവെ നമുക്ക് എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണാവുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വളരെ ഇടതൂർന്ന് വളരുന്ന, ലക്ഷൂറിയൽ ആയിട്ട് അല്ലെങ്കിൽ ഡെൻസ് ആയിട്ട് വളരുന്ന ഫോറസ്റ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഇടതൂർന്ന് വളരുന്ന വനമേഖല ആയതുകൊണ്ട് തന്നെ ഓരോ മരങ്ങളും തമ്മിൽ കോമ്പറ്റീഷൻ
ഉണ്ടാകും. അതായത് കാനോപ്പി അല്ലെങ്കിൽ സൺലൈറ്റിന് വേണ്ടി സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റൂ. എത്രത്തോളം സൂര്യപ്രകാശവുമായിട്ട് എക്സ്പോസ് ചെയ്ത് വെക്കുമോ അത്രയും അതിന് വളരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മരങ്ങൾ തമ്മിൽ ഒരു മത്സരം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും ഹൈറ്റിലുള്ള മരങ്ങൾ പൊതുവെ കാണുന്നത് നിത്യഹരിത വനങ്ങളിലാണ്. ഇനി കേരളത്തിൽ പ്രധാനമായി നിത്യഹരിത വനങ്ങൾ കാണുന്നത് വെസ്റ്റേൺ ഘട്ട്സിന്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അതായത് വിൻഡ്വാർഡ് സൈഡ്, മഴ ലഭിക്കുന്ന സൈഡാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സിന്റെ. കേരളത്തിന്റെ വെസ്റ്റേൺ ഘട്ട്സ് നമുക്കറിയാം പശ്ചിമ ഭാഗത്താണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ വിൻഡ്വാർഡ് സൈഡിലാണ് നിത്യഹരിത വനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ചെരുവിലാണ് നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. അതായത് 2000 mm അല്ലെങ്കിൽ 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലാണ് നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നിത്യഹരിത വനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനം കൂടിയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. സിംഹവാല മൃഗങ്ങൾ, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സിംഹവാല മൃഗങ്ങളെ പോലുള്ള വളരെ അപൂർവ ഇനം ജീവികൾ കാണപ്പെടുന്ന ഒരു വനമേഖലയാണ് സൈലന്റ് വാലി. അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാന ഉഭയജീവി ആംഫീബിയൻ അല്ലെങ്കിൽ ഫ്രോഗ്, സ്റ്റേറ്റ് ഫ്രോഗ് ആകാൻ വേണ്ടിയിട്ട് ബയോഡൈവേഴ്സിറ്റി ബോർഡ് റെക്കമെൻഡേഷൻ ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ പർപ്പിൾ ഫ്രോഗ് എന്നറിയപ്പെടുന്ന ഫ്രോഗ്, മൂക്കൻ തവള എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പാതാള തവള എന്ന് പറയാറുണ്ട്. സോ ഇതാണ് കേരളത്തിന്റെ സംസ്ഥാന തവളയായിട്ട് ആക്ച്വലി ബയോഡൈവേഴ്സിറ്റി ബോർഡ് റീസെന്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത് പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ പാതാള തവള. ഈ പറഞ്ഞ ആംഫീബിയൻസിനെയൊക്കെ നമുക്ക് സൈലന്റ് വാലിയിൽ കാണാൻ പറ്റുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. വളരെയധികം മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊരു നിത്യഹരിത വനമായി വരുന്നത്. ഇതിലൂടെ ഒരു റിവർ അല്ലെങ്കിൽ ഒരു നദി കടന്നു പോകുന്നുണ്ട്. ഏത് നദിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ നടുവിലൂടെ കുറുകെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏതാണത്? കുന്തിപ്പുഴയാണ്. കുന്തി റിവർ ആണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന റിവർ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നിത്യഹരിത വനങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്തത് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇലപൊഴിക്കാടുകൾ. ഇലപൊഴിക്കാടുകളുടെ മറ്റൊരു പേര് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, മൺസൂൺ ഫോറസ്റ്റ് എന്നാണ് ഇലപൊഴിക്കാടുകൾ എന്ന് പറയുന്ന മറ്റൊരു പേര്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത്, ഒരുവിധം ഇന്ത്യയിലും ഏറ്റവും കൂടുതലുള്ള ഫോറസ്റ്റ് എന്ന് പറയുന്നത് മൺസൂൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇലപൊഴി കാടുകളാണ്. ഇലപൊഴി കാടുകൾ 2 തരത്തിലുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. വരണ്ട ഇലപൊഴി കാടുകൾ അല്ലെങ്കിൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, അതേപോലെ ആർദ്ര ഇലപൊഴി കാടുകൾ അല്ലെങ്കിൽ മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഇത് അതായത് മഴ നമ്മൾ പറഞ്ഞ 200 തൊട്ട് 300, 200 തൊട്ട് 300 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലത്ത് നിത്യഹരിത വനങ്ങളാണ്. അതിൽ കുറവ് മഴ ലഭിക്കുന്ന സ്ഥലത്താണ് പൊതുവെ നമുക്ക് ഇലപൊഴി കാടുകളെ കാണപ്പെടുന്നത്. ഇലപൊഴി കാടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരാൻ കാരണം മഴ കുറയുന്ന സമയത്ത്, അതായത് ശൈത്യകാലത്തും അതുപോലെ വേനൽക്കാലത്തും മണ്ണിലെ ജലാംശം കുറയുന്ന സമയത്ത്, ആർദ്രത കുറയുന്ന സമയത്ത് ഇവിടെയുള്ള മരങ്ങൾ ഇലകൾ കൊഴിച്ചു കളയാറുണ്ട്. ജലനഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ഇലകൾ കൊഴിച്ചു കളയാറുണ്ട്. അതുകൊണ്ടാണ് ഇലകൾ കൊഴിയുന്നത് കൊണ്ടാണ് ഇലപൊഴിയും കാടുകൾ എന്ന് ഇതിനെ പറയുന്നത്. ആർദ്രത എന്ന് പറയുന്നത് 50 തൊട്ട് 75% മാത്രമാണ്. നമ്മൾ പറഞ്ഞ 77% മുകളിലാണ് നിത്യഹരിത വനങ്ങൾ. അതേസമയം ഇവിടെ വന മേഖലയിൽ മഴ കുറവാണ്, അതുകൊണ്ടാണ് ആർദ്രത കുറവ്. അടുത്തത് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലപൊഴിയും വൃക്ഷമാണ്. ടീക്ക് അല്ലെങ്കിൽ തേക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. നിലമ്പൂർ തേക്കൊക്കെ വളരെ ഫേമസ് ആണ്. നിലമ്പൂർ തേക്ക് ഒരു GI ടാഗുള്ള ഇന്ത്യയിലെ ഒരേ ഒരു വന വിഭവമാണ്. GI ടാഗുള്ള ഒരു ആദ്യത്തെ വന വിഭവമാണ് ടീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലമ്പൂർ തേക്ക് എന്ന് പറയുന്നത്. നിലമ്പൂർ തേക്കാണ് എല്ലാ സ്ഥലത്തുള്ള തേക്കല്ല, നിലമ്പൂർ തേക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ GI ടാഗുള്ള വന വിഭവം എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുള്ള അല്ലെങ്കിൽ GI ടാഗുള്ള പ്രൊഡക്റ്റ് വന വിഭവം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സാലവൃക്ഷം അല്ലെങ്കിൽ സാൽമരമാണ്. അടുത്തത് സാൻഡൽവുഡ് അല്ലെങ്കിൽ ചന്ദനമരം, അതുപോലെ മുള, നമ്മൾ പറഞ്ഞു ബാംബൂസ് നിത്യഹരിത വനങ്ങളിലും അതുപോലെ ഇലപൊഴി കാടുകളിൽ കാണും. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മരമാണ് മൾബറി മരം അല്ലെങ്കിൽ മൾബറി ട്രീ. സോ മൾബറി ട്രീസിലൂടെയാണ് ഈ പട്ടുനൂൽ പുഴു, ഈ പറഞ്ഞ പട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ത്രെഡ് ഉണ്ടാക്കുന്നത് മൾബറി മരങ്ങളെ ആശ്രയിച്ചാണ്.
ഇനി ട്രീ ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിംഗ് വിന്റർ ആൻഡ് സമ്മർ. ശൈത്യകാലത്തും ചില മരങ്ങൾ ശൈത്യകാലത്ത്, അതായത് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ശൈത്യകാലത്ത് ഇല പൊഴിക്കുന്നില്ല. അതേ സമയത്ത് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വരണ്ട ഇലപൊഴിയും കാടുകളൊക്കെ ആണെങ്കിൽ സമ്മർ ടൈമിലും അതുപോലെ ശൈത്യകാലത്തും വേനൽക്കാലത്തും 2 സീസണിലും ഇല പൊഴിക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. അതേസമയം വെറ്റ് അല്ലെങ്കിൽ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ സമ്മർ അല്ലെങ്കിൽ വേനൽക്കാലത്ത് മാത്രമേ ഇല പൊഴിച്ച് കളയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഇലപൊഴിയും കാടുകൾ 2 തരത്തിലാണ്. ആർദ്ര ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് ഡെസിഡസ് ഫോറസ്റ്റ് എന്നും ഇതിനെ പറയാറുണ്ട്. ആർദ്ര ഇലപൊഴിയും, ഇവിടെ പൊതുവെ മഴ ലഭ്യത കൂടുതലായിരിക്കും. പ്രധാനമായ ആനമലൈ, അതായത് മൂന്നാർ ഇടുക്കി ജില്ലയിലെ മൂന്നാർ ആനമലൈ റീജിയനിലൊക്കെ ഈ പറഞ്ഞ ഇരവികുളം നാഷണൽ പാർക്ക് ഇതിന്റെയൊക്കെ ഭാഗങ്ങളിലാണ് പൊതുവെ നമുക്ക് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർദ്ര ഇലപൊഴി കാടുകൾ കാണുന്നത്. വയനാടിലും ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആർദ്ര ഇലപൊഴി കാടുകൾക്ക് ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി വരണ്ട ഇലപൊഴി കാടുകൾ അല്ലെങ്കിൽ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് കൂടുതലായിട്ട് കേരളത്തിന്റെ വരണ്ട ഏരിയയിൽ, അധികം മഴ ലഭിക്കാത്ത സ്ഥലങ്ങൾ, ഡ്രൈയർ ഏരിയയിലാണ് പ്രധാനമായും കാണുന്നത്. എക്സ്പെഷ്യലി ഈ വെസ്റ്റേൺ ഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത്, പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. എക്സ്പെഷ്യലി നമുക്ക് തമിഴ്നാടുമായിട്ട് ബോർഡർ ചെയ്യുന്ന, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ, വയനാട് കാസർഗോഡ് ജില്ലകളിൽ, കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വരണ്ട ഇലപൊഴി കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത്. പൊതുവെ നമുക്ക് കുറവാണെങ്കിലും ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് കേരളത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഡ്രൈയർ ആയിട്ടുള്ള ഏരിയയിലാണ് പൊതുവെ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാൻ പറ്റും, കുറച്ചുകൂടി ഡ്രൈയർ ആണ്. അതേസമയം നമ്മൾ വെറ്റ് ഡെസിഡസ് ഫോറസ്റ്റിലാണ് കുറച്ചുകൂടി ഗ്രീനറി ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം ഇവിടെ ആർദ്രത കൂടുതലാണ്. അതേസമയം ഇവിടെ ഈ മോയിസ്ചർ, വാട്ടർ മോയിസ്ചർ അല്ലെങ്കിൽ മണ്ണിലെ ആർദ്രത കുറവാണ്. സോ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വരണ്ട ഇലപൊഴി കാടുകൾ പൊതുവെ നമുക്ക് ചിന്നാർ വന്യജീവി സങ്കേതത്തിന് അടുത്തൊക്കെയാണ് കാണുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഒരു മഴനിഴൽ പ്രദേശം, പ്രദേശം എന്ന് പറയുന്നത് ചിന്നാർ അല്ലെങ്കിൽ ആനമലയുടെ റീജിയനാണ്. ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഒരു മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള കാടുകളിൽ ഒന്നാണ്, വരണ്ട കാടുകളിൽ ഒന്നാണ് കേരളത്തിലെ ചിന്നാർ വന്യജീവി സങ്കേതം. നക്ഷത്ര ആമകൾക്കും ചാമ്പാൽ മലയണ്ണാനും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇത് അതുപോലെ നമുക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡിവിഷൻ, അട്ടപ്പാടി മണ്ണാർക്കാട് ഡിവിഷനിലും നമുക്ക് ഈ പറഞ്ഞ വരണ്ട ഇലപൊഴി കാടുകൾ കാണാൻ പറ്റും. വയനാട് ജില്ലയിൽ തന്നെ സൗത്ത് ജില്ലയുടെ തെക്ക് ഭാഗത്ത് നമുക്ക് ഈ റെയിൻഫോൾ അല്ലെങ്കിൽ മഴയുടെ ലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ വരണ്ട ഇലപൊഴി കാടുകൾ കാണാൻ പറ്റുന്നതാണ്. സോ വെസ്റ്റേൺ ഘട്ടത്തിന്റെ പൊതുവെ പശ്ചിമഘട്ടത്തിന്റെ വരണ്ട ഏരിയകളിൽ മഴ അധികം ലഭിക്കാത്ത റെയിൻ ഷാഡോ അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശങ്ങളിലാണ് പൊതുവെ വരണ്ട ഇലപൊഴി കാടുകൾ കാണപ്പെടുന്നത്. സോ ഇത്രയുമാണ് ഇലപൊഴിയും കാടുകളെ കുറിച്ച് പറയാനുള്ളത്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. കേരളത്തിലെ വനങ്ങളെ കുറിച്ചും വനവിസ്തൃതിയെ കുറിച്ചും നമ്മൾ പഠിച്ചു. വനവുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് PSC ചോദിച്ചിരിക്കുന്ന ആവർത്തന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. സോ വനവിഭവങ്ങളെ കുറിച്ച് പഠിച്ചു. പ്രധാനമായും കേരളത്തിൽ കാണപ്പെടുന്ന വന വിഭാഗം ഏതൊക്കെയാണെന്ന് നമ്മൾ 1-2 പഠിച്ചു. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ലേണിംഗ്.